രണ്ടാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നിരവധി സിനിമകൾ നമുക്കറിയാല്ലേ. മിക്ക സിനിമകളും സോൾജേഴ്സിന്റെ മൈൻഡ് സെറ്റിൽ കൂടെയോ അല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിന്റിലൂടെ ഒക്കെ ആയിരിക്കും പറയുക. എന്നാൽ അതിൽ നിന്നൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയ ഒരു സിനിമയാണ് ദ ബോയ് ഇൻ ദ സ്ട്രൈപ്ഡ് പൈജാമാസ്. അപ്പൊ നാസി തടങ്കൽ പാളയത്തിൽ മേൽനോട്ടം വഹിക്കാനായിട്ട് സ്ഥാനക്കയറ്റം ലഭിച്ച കമാൻഡറായ റാൾഫും അയാളുടെ ഭാര്യ ക്രിസ്റ്റീനയും മകളും മകൻ ബ്രൂണോയും ഒക്കെ കൂടിയിട്ട് തടങ്കൽ പാളയത്തിനടുത്തുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. ആ വീട്ടിലെത്തിയപ്പോ തന്നെ അച്ഛൻ എന്താ ബ്രൂണോയോട് പറയുന്നുണ്ട്, മോനെ പുറകിൽ കാട് പോലുള്ള സ്ഥലമാണ്, അങ്ങോട്ടൊന്നും പോണ്ട, ശരിയാവില്ല എന്ന്. പക്ഷേ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നും ബോറടിച്ച ബ്രൂണോ എന്താ ചെയ്തതെന്നറിയാവോ? അച്ഛൻ പോവണ്ട എന്ന് പറഞ്ഞിടത്തേക്ക് തന്നെ പോവുകയാണ്. അവിടെ വെച്ച് ബ്രൂണോ ഷുലൈബ് എന്നു പേരുള്ള ഒരു കുട്ടിയെ കണ്ടുമുട്ടുകയാണ്. നമ്മുടെ ബ്രൂണോയുടെ അതേ ഏജ് ഉള്ള ഒരു കുട്ടി തന്നെ കേട്ടോ. ഈ ഷുലൈബ് അവിടുത്തെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഒരു തടവ് പുള്ളിയാണ്. അവർ നല്ല കൂട്ടുകാരായി മാറുന്നു. ഒരു റാപ്പിഡ് വയറിന് അപ്പുറം ഇപ്പുറം ഇരുന്ന് അവർ സംസാരിക്കുകയും വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറുകയൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ മനോഹരമായ ഒരു സിനിമ. അടിപൊളിയല്ലേ, ഭയങ്കര രസം എന്നൊന്നും പറയാൻ പറ്റില്ല പോലും, വളരെ സോഫ്റ്റ് ആയ നല്ലൊരു സിനിമ കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ ക്ലൈമാക്സ് ഭയങ്കര ഹർട്ടിങ് ആണ്, നിങ്ങളെ കരയിച്ചിരിക്കും. ആ കാലഘട്ടത്തിലെ യുദ്ധത്തിന്റെ ഭീകരത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വെടിയൊച്ചകളോ യുദ്ധരംഗങ്ങളോ ഒന്നും ആവശ്യമില്ല. ആ പുകച്ചുരുളും ആ കറുത്ത പുകയും അതിന്റെ ആ മണവും അതൊക്കെ മാത്രം മതി എത്രമാത്രം ഭീകരമായിരുന്നു ആ കാലഘട്ടം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എന്തായാലും മസ്റ്റ് വാച്ച് ആയ ഒരു സിനിമയാണ്. ഇതിന്റെ ക്ലൈമാക്സ് നിങ്ങളെ വല്ലാതെ ഹർട്ട് ചെയ്യും. എന്തായാലും കണ്ടു നോക്കുക. നല്ലൊരു സോഫ്റ്റ് ഫീൽ ഉള്ള ഒരു മൂവിയാണ്. ഇതുവരെ ഈ സിനിമ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് പറയാൻ മറക്കണ്ട. ബൈ.